ഇനി ഇവളെ ആരും രേണുസുതി എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്തും ആരും ഇവളെ വിളിക്കരുത്. ഇവളെ ഇനി രേഷ്മ തങ്കച്ചൻ എന്നേ പറയാൻ പാടുള്ളൂ. കാരണം അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ രീതിയിലാണ് ഇവൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾ എന്താ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവള് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി അങ്ങ് അഴിഞ്ഞാടുക. എടി നിനക്കൊന്ന് ആലോചിച്ചോടി, നിന്റെ ഭർത്താവ്, നിന്റെ മരിച്ചുപോയ ഒരു ഭർത്താവ് ഉണ്ടല്ലോ, ആ മനുഷ്യനെ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അടയാളങ്ങളുണ്ട് രണ്ടുപേര്. അതാണ് നിന്റെ വയറ്റിലുണ്ടായതും അതിനു മുൻപ് സുധിക്കുണ്ടായ മകനായ കിച്ചു. അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ പേരും വെച്ച് നീ എന്തൊക്കെയാടി കാണിച്ചു കൂട്ടുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഇതിലൂടെ? നിന്റെ തുണി അഴിച്ചങ്ങ് നീ ആടുവാണോ? നിനക്ക് നാണമുണ്ടോ? നിനക്ക് അല്പമെങ്കിലും നിനക്ക് നാണമുണ്ടോ? എടി നിന്റെ വീട്ടില് നിന്റെ അച്ഛനില്ലേടി? ഒന്നുമില്ലെങ്കിലും നിനക്കൊരു ചേച്ചിയില്ലേ രമ്യ എന്ന് പറയണ? അവളുടെ ഭർത്താവില്ലേ? അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ വരെ നീ എങ്ങനെ പോയി നിൽക്കൂടി? നീ ഇതുപോലുള്ള വേഷം കെട്ട് കാണിച്ചിട്ട് നീയൊക്കെ ഒരു പെണ്ണാണോടി? നീ ഒരു തള്ളയാണോടി? നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചല്ലേടി? ആ കൊച്ചിന്റെ ഭാവിനെ കുറിച്ച് നീ ആലോചിക്കുന്നു. നീ നിന്നെയൊക്കെ പറയേണ്ട പേരുണ്ടല്ലോ വേറെയാ. അത് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇനിയും ഇവളെ ആരും രേണുശുതി എന്ന് വിളിക്കരുത്. ഇവളെ രേഷ്മ തങ്കച്ചൻ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. എന്നിട്ടും ഇവൾക്കെതിരെ വീഡിയോ ഇടാൻ നേരത്ത് ഇവിടെ സപ്പോർട്ട് ചെയ്ത് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കുറെ ഇനങ്ങളുണ്ട്. അത് പെണ്ണുങ്ങൾ അങ്ങനെ പറയാൻ നേരത്താ നമുക്ക് തോന്നുന്നത് ഇതുങ്ങളൊക്കെ ഏത് വർഗത്തിൽപ്പെട്ടതാണെന്ന്. പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. അതിൽ പെണ്ണുങ്ങൾ അങ്ങനെ പറയാൻ നേരത്താ ഒരമ്മയാണ്, അവള് മകളാണ്, അവൾക്ക് മറ്റ് പല ബന്ധങ്ങളുണ്ട്, അതിനൊന്നും ഒരു വക വെക്കാതെ ആ ബന്ധങ്ങൾക്കൊരു മൂല്യം കൊടുക്കാതെ ഇതുപോലെ തുണി അഴിച്ചിട്ട് ആടുന്ന ഇവിടെ സബ്സ്ക്രിപ്ഷൻ പോയിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? എടി നിന്റെ മക്കൾക്ക് ഭാവിയിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോടി? നിന്റെ പീസ് പടം കാണണമെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ കയറി കഴിഞ്ഞാൽ നിന്റെ പീസ് പടങ്ങൾ കാണാലോടി. നീയൊക്കെ എവിടത്തെ തള്ളയാടി നീയൊക്കെ? നീ ഒന്ന് പെറ്റതല്ലേ നീ എന്തൊക്കെ വന്നാലും? ഒരു പെണ്ണിന് അവളുടെ അഭിമാനമായിരിക്കണം ഏറ്റവും വലുത്, അല്ലാതെ കാശല്ല ഏറ്റവും വലുത്. അഭിമാനം വിട്ടാണ് നീ ജീവിക്കുന്നത്. അഭിമാനം വിറ്റ് ജീവിക്കുന്ന മാനം കെട്ടവളെ എന്നേ നിന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ചിലച്ചോണ്ട് കമന്റ് ബോക്സിന്റെ അടിയിലോട്ട് വാ, അവള് ജീവിക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്ന മറ്റവളാണെന്ന് പറഞ്ഞിട്ട്.